ആടുജീവിതത്തെക്കുറിച്ച് ബ്ലസ്സി പറയുകയാണ്. 100 കോടി ക്ലബിലുണ്ട്, എന്നാൽ സാമ്പത്തികമായി ലാഭമുണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. മലയാളികൾ ഏറ്റെടുത്ത ആടുജീവിതം എന്ന നോവൽ ബിഗ് സ്ക്രീനിൽ എത്തിയപ്പോൾ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയില്ല എന്നാണ് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ്സി വ്യക്തമാക്കുന്നത്. ആ വീഡിയോ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് പ്രഖ്യാപിച്ചതു മുതൽ വലിയ പ്രതീക്ഷയിലാണ് മലയാള സിനിമാ പ്രേമികൾ ഈ ചിത്രത്തെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് ബ്ലസ്സി പറയുന്നത്. ബോക്സ് ഓഫീസിൽ ഏകദേശം 150 കോടിയോളം രൂപ ഇത് കളക്ട് ചെയ്തു. എന്നാൽ 10 വർഷം കൊണ്ടാണ് ബ്ലസ്സി ആടുജീവിതത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത്. അതുകൂടാതെ 6 വർഷത്തോളം ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടുപോയി. കാരണം കൊറോണ കാലത്തൊക്കെ നമ്മളത് വായിച്ചിട്ടുണ്ടാവും, അവര് അവിടെ മരുഭൂമിയിൽ പെട്ടുപോയതൊക്കെ. പ്രധാന കഥാപാത്രമായി എത്തിയ പൃഥ്വിരാജിന്റെ മേക്ക് ഓവർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഈ സിനിമയിൽ. എന്നാൽ കൊറോണയുടെ ആ സമയത്ത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഭീമമായ ഒരു ബഡ്ജറ്റ് ആയിപ്പോയി. അതിന് ആനുപാതികമായ ഒരു സാമ്പത്തിക നേട്ടം ചിത്രത്തിൽ നിന്നും ഉണ്ടായില്ല എന്നാണ് ബ്ലസ്സി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. സിനിമാ ബജറ്റും താരങ്ങളുടെ പ്രതിഫലവും ഒക്കെ ചർച്ചയാവുകയും നിർമ്മാതാക്കളും താരങ്ങളും തമ്മിൽ ഇപ്പോൾ 2 തട്ടിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബ്ലസ്സിയുടെ ഈ തുറന്ന പറച്ചിൽ വീണ്ടും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിട്ടുള്ളത്. അതായത് ആടുജീവിതം വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രമാണെന്ന് പറയാൻ കഴിയില്ല, കാരണം അതിന്റെ ഭീമമായ ബഡ്ജറ്റാണെന്നാണ് ബ്ലസ്സി അഭിമുഖത്തിൽ പറയുന്നത്. അതിന് മറികടക്കാൻ ബോക്സ് ഓഫീസ് കളക്ഷൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിലവിൽ ലഭിച്ച കളക്ഷൻ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചിട്ട് ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സിനിമയിലൂടെ മറ്റു പല നല്ല കാര്യങ്ങൾ സംഭവിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന്, സിനിമ വളരെ നന്നായി ചർച്ച ചെയ്യപ്പെട്ടു. മറ്റ് കൂടുതൽ റീച്ച് ആവാൻ ഈ ചിത്രത്തിന് കഴിയും, ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാവാൻ. കൂടാതെ അനവധി പുരസ്കാരങ്ങൾ ഈ ചിത്രത്തിന് ലഭിച്ചു. അങ്ങനെയെല്ലാം കണക്കാക്കുമ്പോൾ നഷ്ടമാണെന്ന് പറയാനായിട്ടും സാധിക്കില്ല, പക്ഷെ വലിയ ഒരു സാമ്പത്തിക വിജയം നേടാനായിട്ട് കഴിഞ്ഞില്ല.